ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ, എന്താണ് ഈ നിധി കമ്പനീസ്? ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടിരുന്ന പത്രങ്ങളിൽ കൂടെയും യൂട്യൂബ് ചാനലിൽ കൂടെയും പലരും പറയുന്നതും പലരും പ്രതികരിക്കുന്നതൊക്കെ കാണാം. നിധി കമ്പനീസ്. എന്താണ് ഈ നിധി കമ്പനീസ്? അതായത് ഈ നിധി കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 406 2013 പ്രകാരവും നിധി കമ്പനി റൂൾസ് 2014 പ്രകാരവും നോൺ ബാങ്കിങ് ഫൈനാൻസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ് ഈ നിധി കമ്പനി. അതായത് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ് ഈ നിധി കമ്പനി. ഈ കമ്പനിയുടെ പേരിൻ്റെ കൂടെ എപ്പോഴും ഒരു നിധി എന്ന പേര് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? MCA എന്ന് പറയുന്നത്, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഇതിന് ലൈസൻസ് തരുന്നതും ഇതിൽ അപ്രൂവൽ തരുന്നതും. ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് എങ്ങനെയാണ് ഇനി കമ്പനി ഫോം ചെയ്യുന്നത്? ഈ കമ്പനി ഫോം ചെയ്യുന്നതിന് റൂൾ പ്രകാരം മിനിമം 7 മെമ്പേഴ്സ്, 3 ഡയറക്ടേഴ്സ്, 7 3 ഡയറക്ടേഴ്സ്, അതായത് മൊത്തം 7 പേര് വേണം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതിൽ 3 പേര് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ മൊത്തം 7 3 ഡയറക്ടേഴ്സുമാരും കൂടി 10 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് ആയിട്ട് മൂലധനമായിട്ട് ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ 7 മെമ്പേഴ്സിൽ 3 ഡയറക്ടറും 10 ലക്ഷം രൂപയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കമ്പനി നമുക്ക് തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം 120 ദിവസത്തിനുള്ളിൽ, കമ്പനി തുടങ്ങിയിട്ട് 120 ദിവസത്തിനുള്ളിൽ, അതായത് നമ്മൾ അതിനോട് കണ്ടിന്യൂസ് പേപ്പേഴ്സൊക്കെ MCA അവിടെ സബ്മിറ്റ് ചെയ്യും, ROയിൽ സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അവർ നമുക്ക് കമ്പനി തുടങ്ങാനുള്ള CIN നമ്പറൊക്കെ തരും, കമ്പനി ഐഡൻറ്റിഫിക്കേഷൻ നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് 120 ദിവസത്തിനുള്ളിൽ ഈ 10 ലക്ഷം എന്നുള്ളത് ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷമായിട്ട് നമ്മൾ ഉയർത്തുകയും മെമ്പർമാർ മിനിമം 200 മെമ്പേഴ്സ്, 120 ദിവസത്തിനുള്ളിൽ 200 മെമ്പേഴ്സും നമുക്കിതിൽ ഉണ്ടാവണം. ഇത്രയും കഴിഞ്ഞാൽ ഈ 120 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ 200 മെമ്പേഴ്സും 20 ലക്ഷം രൂപയും ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളൊരു NDH4 എന്ന് പറഞ്ഞൊരു ഫോം ഈ MCAക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഇത് സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഇത് അംഗീകരിക്കും, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് കമ്പനി അവർ അപ്രൂവ് ചെയ്തതായിട്ട് കണക്കാക്കും. ഇനി ഇത് നമ്മൾ 120 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്നു, NDH4 സബ്മിറ്റ് ചെയ്യുന്നു. 45 ദിവസത്തിനുള്ളിൽ ഇവർ അംഗീകരിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യണം. അല്ലാത്ത പക്ഷം ഒരു റിപ്ലൈ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു കമ്പനി അവർ അപ്രൂവ് ചെയ്തതായിട്ട് കണക്കാക്കും. ഇതാണ് അതിൻ്റെ ഫോർമേഷന് വേണ്ട മിനിമം കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിലോട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.